ജിഫരി തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗും സമസ്തയൊക്കെ ഒന്ന് തന്നെയാണ്. അത് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയാണ് ഉദ്ദേശിക്കുക. ആർക്കും അതറിയാലോ. പിന്നെ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരിയിൽ, ഒരു അക്ഷരത്തിൽ, ഒരു കോമയിലൂടെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഞാൻ വെല്ലുവിളിക്കാം. ആശയക്കുഴപ്പം ഞാനല്ല ഉണ്ടാക്കിയത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നലെ പറഞ്ഞല്ലോ കൃത്യമായി. ഞങ്ങൾ അത് ഓൺ ചെയ്യുന്നില്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓൺ ചെയ്യുന്നില്ല, മുസ്ലിം ലീഗ് ഓൺ ചെയ്യുന്നില്ല, ഞാനും ഓൺ ചെയ്യുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. എന്റെ പ്രസ്താവന നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ. അതിൽ ഒരു വാക്ക് പോട്ടെ, ഒരു കോമ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ അങ്ങനെ ഒരാളെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് അതിലെ ഏതെങ്കിലും ഒരക്ഷരം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. മാത്രമല്ല, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം റിസൾട്ട് വന്നപ്പോൾ അത് വിശകലനം ചെയ്തുകൊണ്ടുള്ള സംസാരമാണ്. അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ LDF UDF തമ്മിലാണ്. UDFന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികൾ അത് ഏറ്റെടുത്തു. വലിയ പ്രചാരവേല നടത്തി. ബഹുമാനപ്പെട്ട തങ്ങൾ നിരവധി ദിവസം പാലക്കാട്ട് പോയി പ്രവർത്തനം നടത്തി. മുസ്ലിം ലീഗ് ആ വിജയം ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയും. അദ്ദേഹത്തിനെതിരെയുള്ള സ്ഥാനാർത്ഥി ആരും കൊണ്ടുവന്നതാ? കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി അവർ സീറ്റ് കൊടുക്കാതായപ്പോൾ സീറ്റ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് CPMലേക്ക് കൊണ്ടുവന്ന പിണറായി വിജയനാണ് മറുഭാഗത്തെ നേതാവ്. ആ നേതാവാണ് സെറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അപ്പോൾ എൻ്റെ വാക്കുകളിൽ വളരെ പ്രകടമാണ്. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്ഥാനാർത്ഥിയും മറ്റൊരു നേതാവിന്റെ സ്ഥാനാർത്ഥിയും എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാതെ പിണറായി വിജയനാണ് എന്ന്. അത് ഒരു മിനിറ്റ്, അത് രാഷ്ട്രീയത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവോ പ്രവർത്തകനോ അല്ലാത്ത ഒരു മതസംഘടനാ നേതാവിനെയാണ് എന്ന് മാറ്റിമറിച്ച് ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അത് എയറിലേക്ക് കൊടുത്തത്, സംപ്രേഷണം ചെയ്തത് നിങ്ങളൊക്കെയാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കായിരുന്നു നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, അത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയാമായിരുന്നു. അത് ചോദിച്ചില്ല ആരും. അതിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ എന്റെ വിശദീകരണം ഇത് കുവൈത്തിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മീഡിയ വണ്ണിന്റെ പ്രതിനിധി എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ അത് അറിഞ്ഞിട്ടും ഇത് ഇങ്ങനെ നേരത്തെയും ഉണ്ടായത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ആദരണീയനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളും വളരെ സൗഹാർദ്ദത്തിലാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുണ്ടായിരുന്ന ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒത്തുതീർപ്പിലേക്ക് വരികയാണ്. അത് തകർക്കാൻ ചില ആളുകൾ ബോധപൂർവമായി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുത്തുക്കോയ ജിഫ്രി തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴക്കാറേ ഇല്ല. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയുടെ ഉന്നതനായ ബഹുമാന്യനായ നേതാവാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സരിനെ പാലക്കാട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഫോട്ടോ? നിങ്ങൾ പ്രക്ഷേപണം ചെയ്തില്ലേ? ആ കൈപിടിച്ച് ഉയർത്തുന്നതാണ്. ജിഫ്രി തങ്ങളും സരിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടില്ല, ചുമലില കൈവച്ചത്. അത് നിങ്ങൾ നോക്കണം. മുസ്ലിം സമുദായത്തിന്റെ അനുഗ്രഹം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മുസ്ലിം സമുദായത്തിന്റെ നേതാവാണ് ചെയ്തതെന്ന് പറഞ്ഞോ? മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ കിട്ടാനല്ലേ പിണറായി ശ്രമിച്ചത്? അതിനല്ലേ പരസ്യം കൊടുത്തത്? അതിനല്ലേ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ആ മറ്റൊരു നേതാവ് ഇദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. മുസ്ലിം സമുദായം സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ് അനുസരിച്ചത്, പിന്തുണച്ചത്. അതിന്റെ അർത്ഥം തങ്ങൾ പറഞ്ഞ് പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങൾ പറഞ്ഞ് എതിർക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ അങ്ങനെ അർത്ഥം ഉണ്ടാക്കി കൊണ്ടുവരണ്ട. ജിഫ്രി തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗും സമസ്തയൊക്കെ ഒന്ന് തന്നെയാണ്. അത് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയാണ് ഉദ്ദേശിക്കുക. ആർക്കും അതറിയാലോ. പിന്നെ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരിയിൽ, ഒരു അക്ഷരത്തിൽ, ഒരു കോമയിലൂടെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഞാൻ വെല്ലുവിളിക്കാം.